ഹലോ കൂട്ടുകാരെ, എൻ്റെ ടോപ്പിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ക്രൈം സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് UK നടന്നൊരു സംഭവമാണ്. എലിയും കുടുംബവും UK താമസിച്ചിരുന്നത്. 17 വയസ്സ് മാത്രമുള്ള എലിയും തൻ്റെ അച്ഛനും അമ്മയ്ക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. വളരെ ആക്റ്റീവായിട്ടുള്ള, ഒരുപാടധികം സ്വപ്നങ്ങളുള്ള, ഒരുപാടധികം ഉയരങ്ങളിലെത്തണം എന്നാഗ്രഹിച്ച ഒരു 17 വയസ്സുകാരി. ഒരു യുവത്വത്തിലോട്ട് കടക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു പ്രായം. ആ കുട്ടി ഒരുപാടധികം ആഗ്രഹങ്ങളുമായിട്ടാണ് ജീവിച്ചത്. ഒരുപാട് പേരുടെ പ്രിയപ്പെട്ടവളായിരുന്നു. ഒരുപാട് പേർക്ക് നന്മകൾ ചെയ്ത് ഒരുപാട് പേരെ സംരക്ഷിച്ച് നടന്നൊരു കുട്ടി. ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് എലിക്ക് അങ്ങനെ ഒരു ദാരുണാന്ത്യം വന്നത്? എന്തായിരുന്നു അതിന് പിന്നിലുള്ള കാരണം? വരും നമുക്ക് എലിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അപ്പോ എലി 17 വയസ്സ് മാത്രമേ ഉള്ളൂ. പഠിക്കാൻ നല്ല മിടുക്കിയാണ്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരുപാടുള്ള വെറും ഒരു 17 വയസ്സുകാരി. തൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം വളരെ സന്തോഷമായൊരു ജീവിതം നയിക്കുകയായിരുന്നു. അയൽപ്പക്കത്തക്കാർക്കും കൂട്ടുകാർക്കും എലിയെ അറിയാവുന്ന എല്ലാവർക്കും എലിയെ ജീവനായിരുന്നു, കാര്യമായിരുന്നു. കാരണം ഒരുപാടധികം ആൾക്കാരെ എലി സഹായിച്ചിട്ടുണ്ട്. ഒരുപാടധികം പേരുടെ പ്രിയപ്പെട്ടവളായാണ് എലി വളർന്നു വന്നിരുന്നത്. ആ സമയത്താണ് എലിക്ക് തന്റെ കൂടെ പഠിക്കുന്ന തോമസ് എന്ന് പറയുന്ന ഒരു പയ്യനോട് ക്രഷ് തോന്നുന്നത്. എലി അത് മറച്ചു വെച്ചില്ല, തന്റെ ആഗ്രഹം തോമസിനോട് പറഞ്ഞു. ഒപ്പം തന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തോമസിനോട് എലി ഷെയർ ചെയ്തു. തനിക്ക് പഠിച്ച് ഉയരങ്ങളിലെത്തി ഒരു പോലീസുകാരി ആവണം എന്നായിരുന്നു എലിയുടെ ആഗ്രഹം. തോമസും അതിന് ഒരുപാടധികം എലിയെ സഹായിച്ചു. എലിയും തോമസും വളരെയധികം ക്ലോസ് ആയിരുന്നു. ആദ്യമേ എലിക്ക് തോന്നിയ ക്രഷോ സ്നേഹമോ ഒന്നും തോമസിന് എലിയോടില്ലായിരുന്നു. കാരണം കോളേജിൽ പഠിക്കുന്ന പ്രായമല്ലേ, അപ്പം ആരോടും ക്രഷ് തോന്നാലോ എന്നൊരു ധാരണയിലായിരുന്നു തോമസ് നിന്നിരുന്നത്. അതുകൊണ്ട് ആദ്യമേ എലി ചെന്ന് തോമസിനോട് തന്റെ ഇഷ്ടം അറിയിക്കുന്ന സമയത്തും എലിയോട് തോമസ് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. താൻ പിന്നെ പറയാമെന്നും പറഞ്ഞാണ് തോമസ് പോയത്. എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം തന്റെ അഭിപ്രായം തോമസ് എലിയോട് അറിയിച്ചു. തനിക്കും എലിയെ ഇഷ്ടമാണെന്നും എലിക്കൊപ്പം ജീവിക്കാൻ താനും ആഗ്രഹിക്കുന്നുണ്ടെന്നും എലിയോട് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. താൻ കുറേ നാൾ ആഗ്രഹിച്ചൊരു പയ്യൻ, ഒരുപാട് നാൾ ആഗ്രഹിച്ച് പുറകെ നടന്നൊരു പയ്യൻ തന്നോട് വന്ന് തൻ്റെ ആഗ്രഹത്തിന് സമ്മതം പറഞ്ഞപ്പോൾ എലി ഒരുപാടധികം ആഗ്രഹിച്ചു, ഒരുപാടധികം സന്തോഷിച്ചു. എലി തൻ്റെ പഠിത്തത്തിനൊപ്പം തൻ്റെ പ്രണയവും കൊണ്ടുപോയി. അങ്ങനെ 6 മാസം ആ പ്രണയം അങ്ങനെ പോയി. എന്നാൽ ഇടയ്ക്ക് വെച്ച് എലിക്ക് ഈ ബന്ധത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു വരാൻ തുടങ്ങി. കാരണം എലിക്ക് ഒരുപാടധികം കൂട്ടുകാരുണ്ടായിരുന്നു, ഒരുപാടധികം പരിചയക്കാരുണ്ടായിരുന്നു, ഒരുപാടധികം സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാടധികം ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എലി അതെല്ലാം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് തൻ്റെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരുന്നത്. തൻ്റെ സ്വപ്നത്തിൽ എത്തുക എന്നതായിരുന്നു എലിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ തോമസുമായുള്ള റിലേഷൻഷിപ്പിന് ശേഷം എലിക്ക് തൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും പോലെ തോന്നി, തൻ്റെ സ്വപ്നങ്ങൾ തകരും പോലെ തോന്നി. കാരണം തോമസ് എന്ന് വെച്ചാൽ വളരെ വളരെ ടോക്സിക് ആയിരുന്നു. ഒരു സൈക്കോ എന്ന് വേണമെങ്കിൽ പറയാം. എലി ഫ്രണ്ട്സിനൊപ്പം പുറത്തു പോകാൻ പാടില്ല, എലി പുറത്ത് കറങ്ങാൻ പോകാൻ പാടില്ല, തൻ്റെ പഠിത്തം പോലും എലി തോമസിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നതായി തോമസിന്റെ ആവശ്യങ്ങൾ. എന്നാൽ ഇതൊന്നും എലിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. തോമസ് എലിയെ ഒരുപാടധികം ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. മാനസികമായിട്ട് ഒരുപാടധികം എലിയെ തോമസ് പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ എലി തൻ്റെ ഇഷ്ടപ്പെടുന്ന പയ്യനാണ്, തനിക്ക് ഇഷ്ടമുള്ള ആളാണ് എന്നുള്ള ധാരണയിൽ അതെല്ലാം കണ്ടില്ല എന്ന് വിചാരിച്ച എലി വിട്ടു. എന്നാൽ പോകെ എലിക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയാൽ ശരിയാകില്ല, അതുകൊണ്ട് ഇത് നമുക്കിവിടെ വെച്ച് നിർത്താം. അങ്ങനെ എലി തൻ്റെ അഭിപ്രായം തോമസിനോട് പറഞ്ഞു. എന്നാൽ തോമസ് അതിന് തയ്യാറല്ലായിരുന്നു. തോമസ് പറഞ്ഞു, എലി നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞു തീർക്കാം, ഒരിക്കലും എലി നീ എന്നെ വിട്ടുപോകരുത്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല, നീ എൻ്റെ എല്ലാമാണ്. അങ്ങനെ പറഞ്ഞ് തോമസ് ഒരുപാടധികം എലിയെ വീണ്ടും ശല്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ എനിക്ക് തോമസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം തോമസിന്റെ പെരുമാറ്റം തന്നെ ഒരു തരത്തിലും തോമസ് എലിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലായിരുന്നു. തന്റെ പഠിത്തം പോലും എലിക്ക് തോമസിന് വേണ്ടി മാറ്റിവെക്കേണ്ട അവസ്ഥ വന്നു. ഇങ്ങനെ പോയാൽ തന്റെ ആഗ്രഹങ്ങൾ നടക്കില്ലെന്ന് മനസ്സിലാക്കി തന്നെയാണ് എലി തോമസിന്റെ അടുത്ത് ഈ ബന്ധം ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത്. അതിന് ഫാമിലിയും എലിയെ സപ്പോർട്ട് ചെയ്തു, ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ തോമസ് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ മെയ് മാസം 3-ാം തീയതി
2019. എലിയുടെ വീട്ടിലേക്ക് തന്റെ പതിവ് ജോലിയെല്ലാം കഴിഞ്ഞ് എലിയുടെ അച്ഛൻ വരികയാണ്. മകൾ ഇന്ന് കോളേജിൽ പോയിട്ടുള്ള വീട്ടിൽ തനിച്ചാണ്, അപ്പം പുറത്തു പോകും എന്ന് എലി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ വരുന്ന സമയത്ത് വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുകയാണ്. സാധാരണ എലി വീട്ടിലുണ്ടെങ്കിലും വാതിൽ അടച്ചാണ് ഇടാറുള്ളത്. ഇനി പുറത്തു പോകുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വാതിൽ അടയ്ക്കാതെ എന്തായാലും എലി പുറത്തു പോയില്ലെന്ന് അച്ഛൻ അറിയായിരുന്നു. അങ്ങനെ അച്ഛൻ എലിയെ വിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറുകയാണ്. എലിയുടെ റൂമിൽ പോയി നോക്കി, ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം എലിയുടെ അച്ഛൻ പരിശോധിച്ചു. എന്നാൽ എലി എവിടെയും കാണാൻ സാധിച്ചില്ല. അങ്ങനെ ശകലം വെള്ളം കുടിക്കാലോ എന്ന് വിചാരിച്ച് എലിയുടെ അച്ഛൻ കിച്ചണിലേക്ക് പോയി. കിച്ചണിലേക്ക് ചെന്ന അച്ഛൻ കാണുന്നത് വളരെ ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ്. രക്തത്തിൽ കുളിച്ച് എലി താഴെ കിടക്കുകയാണ്. പെട്ടെന്ന് എലിയുടെ അച്ഛന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എലിയുടെ അച്ഛൻ അവിടുത്തെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിവരം പാസ് ചെയ്തു. പോലീസുകാർ പറഞ്ഞു, ഒന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു നോക്കൂ, അപ്പോഴേക്കും ഞങ്ങൾ അങ്ങ് എത്തിക്കാം. എലിയുടെ അച്ഛൻ തന്നെ ചെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന സമയത്ത് അച്ഛന് മനസ്സിലായി എലി ആദ്യമേ തന്നെ മരിച്ചിരിക്കുന്നു. അച്ഛൻ കരുതിയിരുന്നത് എലി എന്തോ സാധനം കിച്ചണിൽ എടുക്കാൻ പോകുന്ന സമയത്ത് കാല് തന്നെ നിലത്ത് വീണ് അങ്ങനെ അപകടം പറ്റിയാണ് എലി മരിച്ചതെന്നാണ്. അങ്ങനെ എലിയുടെ അച്ഛൻ അമ്മയെ ഫോൺ ചെയ്തു. അമ്മ ആ സമയത്ത് ജോലി സ്ഥലത്തായിരുന്നു. അമ്മയെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇതുപോലെ നമ്മുടെ മകൾക്ക് ഇങ്ങനൊരു ആക്സിഡന്റ് പറ്റി, നീ പയ്യെ വന്നാൽ മതി, എന്നാൽ എത്രയും വേഗം വീട്ടിലെത്തണേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ അമ്മയും വളരെ വേഗം തന്നെ വീട്ടിലേക്ക് എത്തി. ഒപ്പം പോലീസുകാരും. അച്ഛനും അമ്മയും കരുതിയിരുന്നത് എലി കിച്ചണിൽ എന്തോ സാധനം എടുക്കാൻ മേളിൽ കയറിയ സമയത്ത് കാല് തന്നെ നിലത്ത് വീണ് എന്തോ കുത്തി മരിച്ചതാണ് എന്നാണ്. എന്നാൽ പോലീസുകാർക്ക് വളരെ വേഗം തന്നെ മനസ്സിലായി അതൊരു കൊലപാതകമാണെന്നുള്ളത്. അങ്ങനെ പറയാൻ കാരണം എലിയുടെ കഴുത്തിൽ 13 തവണ കുത്തേറ്റ പാടുണ്ടായിരുന്നു. ഒരിക്കലും മുകളിൽ നിന്നും വീഴുന്ന ആള് 13 തവണ തന്റെ കഴുത്തിലേക്ക് കത്തി കുത്തി കയറ്റില്ല. അതുപോലെ തന്നെ കത്തി എലിയുടെ കയ്യിലുമുണ്ട്. പോലീസുകാര് വളരെ വേഗം കേസ് അന്വേഷിക്കാൻ തുടങ്ങി. എലിയെക്കുറിച്ചുള്ള കാര്യങ്ങളും എലിക്ക് ചുറ്റും നടന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാം അവർ അന്വേഷിച്ചു. അപ്പോ എലിയുടെ അമ്മയാണ് തോമസിനെ കുറിച്ച് പോലീസുകാരോട് പറഞ്ഞത്. അങ്ങനെ പോലീസുകാര് തോമസിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്ത സമയത്ത് തോമസ് ഒന്നും അംഗീകരിച്ചില്ല. തോമസ് പറഞ്ഞു, ഞാൻ എലിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, എന്നാൽ എന്നെ വേണ്ടാന്ന് വെച്ച് അവൾ പോയി. അതിനുശേഷം ഞാൻ എലിയെ വിളിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എലിയുടെ മരണത്തിൽ ഒരുപാടധികം ദുഃഖമുള്ളതുപോലെ തോമസ് കാണിക്കുകയും ചെയ്തു. പോലീസുകാർക്ക് ആദ്യമേ തോമസിന് മുകളിൽ സംശയമൊന്നും തോന്നിയില്ല. എന്നാൽ എലിയുടെ കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളും പരിശോധിച്ച സമയത്ത് പോലീസുകാർക്ക് ഒരു ചെറിയ സംശയം തോന്നി. കാരണം എലി മരിക്കുന്ന ആ സമയത്ത് തോമസിന്റെ ഫോൺ എലി മരിക്കുന്ന ആ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, തോമസ് എലിയുടെ ഫോണിലേക്ക് അന്ന് പല തവണ വിളിക്കുകയും ചെയ്തിരുന്നു. തോമസിന്റെ കോൾ എന്നാൽ എലി എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ എലിയെക്കുറിച്ചുള്ള ബാക്കിയുള്ള അന്വേഷണത്തിൽ പോലീസുകാർ ചെന്നെത്തിയത് വീണ്ടും തോമസിന്റെ പക്കൽ തന്നെയാണ്. എന്താണ് തോമസിന് എലിയുടെ കൊലപാതകത്തിലുള്ള കൈ? പോലീസുകാര് തോമസ് അന്ന് എവിടെല്ലാം പോയി, എന്തെല്ലാം ചെയ്തു എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ച സമയത്ത് തോമസ് എലിയെ കാണാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് പോയിരുന്നതായി അറിഞ്ഞു. എന്നാൽ അന്ന് എലി കോളേജിൽ എത്തിയിട്ടില്ലായിരുന്നു. തോമസ് അവിടെ ചെന്നപ്പോഴാണ് എലി കോളേജിൽ വന്നിട്ടില്ല എന്നുള്ളത് അറിയുന്നത്. അങ്ങനെ തോമസ് വീണ്ടും അവിടെ നിന്ന് തന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്നതിന് ശേഷം തന്റെ ഡ്രസ്സെല്ലാം മാറി ഒരു ബ്ലാക്ക് കളർ ജാക്കറ്റ് ധരിച്ച് തോമസ് വെളിയിലേക്ക് ഇറങ്ങാനായി വന്നു. എന്നാൽ ആ സമയത്ത് തോമസിന്റെ അമ്മ കയറി വരുന്ന കണ്ട് തോമസ് പെട്ടെന്ന് വീട്ടിൽ തന്നെ വിളിച്ചിരുന്നു. അതിനുശേഷം തോമസിന്റെ അമ്മ പോയതിനു ശേഷം തോമസ് വെളിയിലേക്ക് ഇറങ്ങി തന്റെ കാറും എടുത്ത് എലിയുടെ വീട്ടിലേക്ക് പോയി. എലിയുടെ വീട്ടിൽ ചെന്ന് ഡോറിൽ മുട്ടിയപ്പോൾ എലി വാതിൽ തുറന്നു. എലി കരുതിയിരുന്നത് തന്റെ കൂട്ടുകാരി അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്റെ കൂട്ടുകാരി ആയിരിക്കും വന്നിരിക്കുന്നത് എന്നുള്ള ധൈര്യത്തിലാണ് എലി ഡോർ തുറന്നത്. എന്നാൽ തോമസിനെ കണ്ട് എലി ഞെട്ടി. അതിനുശേഷം തോമസും എലിയും കൂടെ അകത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. സംസാരത്തിന്റെ ഇടയ്ക്ക് തോമസ് അക്രമാസക്തനായി. കാരണം ഒരു രീതിയിലും എലിയാണെങ്കിൽ തോമസിനെ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ എലിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ തോമസ് ശ്രമിക്കുന്നതിനിടയ്ക്ക് രണ്ടുപേരും കൂടെ കയ്യാങ്കളിയായി. തോമസ് വിചാരിച്ചതുപോലെ എലി എത്ര നിസ്സാരക്കാരിയൊന്നും അല്ലായിരുന്നു. കാരണം ഒരു പോലീസുകാരി ആവണം എന്ന് വിചാരിച്ച് പഠിക്കുന്ന ആ ഒരു കുട്ടി തന്റെ കഴിവുകളൊക്കെ ആ സമയം പുറത്തെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇത് തോമസിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. തന്നേക്കാൾ മേലെ താൻ സ്നേഹിക്കുന്ന പെണ്ണ് പോകുന്നത് തോമസിന് ഒട്ടും അംഗീകരിക്കാൻ സാധിച്ചില്ല. തോമസ് വളരെ വേഗം കിച്ചണിൽ നിന്നും കത്തിയെടുത്ത് എലിയുടെ കഴുത്തിലേക്ക് ആഞ്ഞുകുത്തി. ഒരു തവണയല്ല, 13 തവണ.
അതിനുശേഷം എലി മരിച്ചു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ കത്തി എലിയുടെ കയ്യിൽ തന്നെ വെച്ചു കൊടുത്ത് തെളിവുകളെല്ലാം നശിപ്പിച്ച് എലിയുടെ രക്തം പുരണ്ട വസ്ത്രങ്ങളും മറ്റും തോമസ് തന്റെ വീടിന്റെ ബാക്കിലുള്ള കാട്ടിൽ കൊണ്ടുപോയി കളഞ്ഞു. അതിനുശേഷം ഒന്നും സംഭവിക്കാത്ത രീതിയിൽ തോമസ് തിരികെ വന്നു. പോലീസുകാർ ഈ ഒരു നിഗമനത്തിലാണ് അവസാനം എത്തിച്ചേർന്നത്. ഇത് തോമസിനെ പോലീസുകാർ അറിയിക്കുകയും ചെയ്തു. എന്നാൽ തോമസ് ഇതെല്ലാം നിഷേധിച്ചു. ഇതൊന്നും സത്യമല്ല, ഇതെല്ലാം കള്ളമാണ്, ഇങ്ങനൊന്നും നടന്നിട്ടില്ല, ഞാൻ ഒരിക്കലും എലിയെ കൊല്ലില്ല എന്നൊക്കെ വാദിക്കാൻ ശ്രമിച്ചു. എന്നാൽ എലിയുടെ വീടിന് പുറകിൽ ഉണ്ടായിരുന്ന ക്യാമറയിൽ പതിഞ്ഞ തോമസിന്റെ കാറും തോമസിന്റെ രൂപവും കാണിച്ചപ്പോഴും അത് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു തോമസ്. കോളേജിലേക്ക് ചെന്ന് എലിയെക്കുറിച്ച് അന്വേഷിച്ചത് ചോദിച്ചപ്പോഴും താൻ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. ഇതൊന്നും പറ്റില്ല, തോമസിനെ കൊടുക്കാൻ മറ്റെന്തെങ്കിലും തെളിവ് കിട്ടിയേ തീരൂ എന്ന് മനസ്സിലാക്കിയ പോലീസുകാര് എലി മരിച്ചതിന് ശേഷം വീട്ടിലെത്തിയ തോമസ് എത്ര മിനിറ്റ് വീട്ടിലുണ്ടായിരുന്നു, പോയിട്ട് എവിടെ നിന്നുമാണ് വന്നത് എന്നെല്ലാം അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കിയ സമയത്ത് തോമസ് ഒരു 18 മിനിറ്റോളം വീട്ടിൽ വന്നതിന് ശേഷം ഒരു 18 മിനിറ്റോളം മിസ്സാണെന്നുള്ളത് കണ്ടു. അതെവിടെ പോയതാണെന്ന് അന്വേഷിച്ചപ്പോൾ വീട്ടിൽ നിന്നും എവിടെയും പോയിട്ടില്ല, എന്നാൽ തോമസ് വീട്ടിനുള്ളിൽ ഇല്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു പോലീസിന്. അങ്ങനെ പോലീസുകാര് തോമസിന്റെ വീട്ടിലെത്തി ചുറ്റുപാട് പരിശോധിച്ച സമയത്ത് തോമസിന്റെ വീടിന്റെ ബാക്കിൽ ഒരു വനമാണെന്ന് കണ്ടു. അങ്ങനെ പോലീസുകാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ 18നെ 2ആയിട്ട് ഭാഗിച്ചു. അപ്പോൾ 9 കിട്ടി. ഈ 9 മിനിറ്റ് കൊണ്ട് തോമസിന് പോയിട്ട് വരാൻ പറ്റുന്ന കാട്ടിനുള്ളിലെ സ്ഥലങ്ങളൊക്കെ പോലീസുകാർ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് പോലീസുകാർക്ക് എലിയുടെ ബ്ലഡ് പുരണ്ട തുണികളും മറ്റ് തെളിവുകളും അവിടെ നിന്നും കിട്ടുകയാണ്. അങ്ങനെ അതുമായി വീണ്ടും അവർ തോമസിന്റെ അടുക്കിലേക്ക് വന്നു. എന്നാൽ ഈ തവണ തോമസ് തന്റെ കുറ്റം സമ്മതിച്ചു. താൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും എലിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും എലിയെ ശല്യം ചെയ്യാനും ശ്രമിച്ചിട്ടില്ല, എലിയാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടന്നത്. എനിക്ക് അങ്ങനെ സ്നേഹം കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് സ്വാർത്ഥനായിപ്പോയി. എന്നാൽ എലി എന്നെ പെട്ടെന്ന് വിടാൻ വേണ്ടി തീരുമാനിച്ചു, ഞാനുമായുള്ള ബന്ധം പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അതെനിക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. ഞാൻ എലിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ എലിയാണെങ്കിൽ അവളുടെ അമ്മയും കൂട്ടുകാരും പറഞ്ഞ വാക്ക് കേട്ട് നിൽക്കുകയായിരുന്നു. എനിക്ക് എലിയുടെ സ്വപ്നങ്ങളാണ് വലുത്, ഒരിക്കലും ഞാനല്ല എന്ന് എലി എന്നോട് പറഞ്ഞു. എനിക്കതൊരിക്കലും സഹിക്കാൻ സാധിച്ചില്ല. അപ്പോഴുണ്ടായ ദേഷ്യത്തിന്റെ പുറത്താണ് ഞാൻ എലിയെ ആക്രമിച്ചത്. എനിക്കിന്ന് അതിൽ കുറ്റബോധമുണ്ട് എന്ന് തോമസ് പറയുകയാണ് ഉണ്ടായത്. എന്നാൽ പോലീസുകാര് ഇതൊന്നും കാര്യമാക്കിയെടുത്തില്ല. കാരണം തോമസിന്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നേരത്തെ തന്നെ പോലീസുകാർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. പോലീസുകാർ കുറ്റപത്രം കോർട്ടിൽ സമർപ്പിച്ചു. കോർട്ടിൽ സമർപ്പിച്ച സമയത്ത് തോമസിന്റെ പ്രായവും കേസിന്റെ രീതിയും മനസ്സിലാക്കിയ കോടതി തോമസിനെ 7 വർഷത്തേക്കാണ് ശിക്ഷിച്ചത്. കാരണം UK-യില് തൂക്കുമരണമോ അല്ലെങ്കിൽ വധശിക്ഷയോ അവിടെ സാധ്യമായിരുന്നില്ല. എന്നാൽ എലിയുടെ വീട്ടുകാർക്ക് ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിച്ചില്ല. അവര് നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോയി. ഇത്തരം കേസുകളിൽ ഒരിക്കലും ഇത്ര ചെറിയൊരു ശിക്ഷ കൊടുക്കുന്നത് ശരിയല്ല എന്ന് അവർ കോടതിയിൽ വാദിച്ചു. അങ്ങനെ അവസാനം അവരെ വിജയിച്ചു. കൊലപാതക ശ്രമത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അവിടെ വധശിക്ഷ കൊടുക്കേണ്ട കേസുകളാണെങ്കിൽ വധശിക്ഷ കൊടുക്കാമെന്ന് UK നിയമം പാസാക്കി. അങ്ങനെ അവര് കാരണം ഒരു നിയമം, എലിയുടെ വീട്ടുകാർ കാരണം ഒരു നിയമം അവിടെ മാറുകയാണ്. എന്നാൽ ഇവിടെ ഒരുപാട് സ്വപ്നങ്ങളുമായി നടന്ന ഒരു 17 വയസ്സുകാരുടെ ജീവിതമാണ് ഇല്ലാതായത്. വെറുമൊരു പ്രണയത്തിന്റെ പേര് തന്റെ ജീവൻ എലിക്ക് പൊഴിക്കേണ്ടതായി വന്നു. ഒരുപാടധികം പേര് സ്നേഹിച്ച എലി ഇന്ന് ആ മണ്ണിൽ ഉറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ കേസുമായി തോന്നുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരും വരേക്കും